everyone, welcome back to my YouTube channel. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റഗ്രാമിൽ ഒരു Q&A ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷൻ. നാട്ടിൽ നിന്ന് കാനഡയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസിനും ഇപ്പം നിലവിൽ കാനഡയിലുള്ള സ്റ്റുഡൻസിനും ഇമിഗ്രേഷൻ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് എനിക്ക് ഒത്തിരി ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് ഞാൻ ഭയങ്കര കോമൺ ആയിട്ട് വന്നിരിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് എടുത്ത് അത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ ഗോൾഡൻ ഫ്ലവർ ഇമിഗ്രേഷൻ കൺസൾട്ടന്റ് സർവീസസിൽ നിന്ന് ഇമിഗ്രേഷൻ കൺസൾട്ടന്റ് ആയ ജോമി ചേട്ടനും കൂടെ ഉണ്ട്. നമസ്കാരം. നമസ്കാരം. നമുക്കിപ്പോ നേരെ ക്വസ്റ്റ്യൻസിലേക്ക് തന്നെ പോവാം. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇതിൽ തന്നെ നമുക്ക് തുടങ്ങാം. കഴിഞ്ഞ ഒരു 1 മന്തിന്റെ ഇടയ്ക്ക് IRCC കുറെ ചേഞ്ചസും അപ്ഡേറ്റ്സ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് അപ്ഡേറ്റ്സ് എന്തൊക്കെയാണ് ചേട്ടാ? നമുക്ക് ഓരോ സെക്ടർ തിരിച്ചുള്ള അപ്ഡേറ്റ്സ് നോക്കാം. ഏറ്റവും കൂടുതൽ ആൾക്കാർ ശ്രദ്ധിക്കാറുള്ളത് ഇന്റർനാഷണൽ സ്റ്റുഡൻസിന്റെ അപ്ഡേറ്റ്സ് ആണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ നമ്പർ ഓൾറെഡി ഈ വർഷം കാനഡ ലിമിറ്റേഷൻസ് കൊണ്ടുവരുന്നായിരുന്നു. 2024 തുടങ്ങി 25ലേക്കുള്ള നമ്പർ ലിമിറ്റേഷൻസ് ഓൾറെഡി അനൗൺസ് ചെയ്തു. ഇപ്പോൾ ഈ വർഷത്തേതിൽ നിന്നും അത് ഒരു 10% കൂടി നമ്പേഴ്സ് കുറച്ചിട്ടുണ്ട് 2025ലേക്ക്. പിന്നെ രണ്ടാമത്തെ ഒരു അപ്ഡേറ്റ് ഇന്റർനാഷണൽ സ്റ്റുഡൻസിന്റെ സെക്ടറിൽ വരുന്നത് അവരുടെ പോസ്റ്റ് ഗ്രാജുവേറ്റ് വർക്ക് പെർമിറ്റ് എലിജിബിലിറ്റിയിലുള്ള ചേഞ്ചുകളാണ്. അപ്പോൾ നവംബർ 1 തീയതി തുടങ്ങി ഈ പോസ്റ്റ് ഗ്രാജുവേറ്റ് വർക്ക് പെർമിറ്റിന് അപ്ലൈ ചെയ്യുവാനായിട്ട് ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാംസ് പഠിച്ചവർക്ക് CLB 7 കനേഡിയൻ ലാംഗ്വേജ് ബെഞ്ച് മാർക്ക് 7 എങ്കിലും ഉണ്ടെന്നുള്ളത് പ്രൂവ് ചെയ്യണം. വേറെ ഒരു അപ്ഡേറ്റ് ഉള്ളത് നമ്മളുടെ സ്പൗസസിന്റെ വർക്ക് പെർമിറ്റിനെ പറ്റിയുള്ളതാണ്. അപ്പോൾ മാസ്റ്റേഴ്സ് പ്രോഗ്രാം പഠിക്കുന്നവരുടെ സ്പൗസസിന് ഇതുവരെ അവരുടെ പ്രോഗ്രാം ഡ്യൂറേഷന് റിഗാർഡ്ലെസ് ഓഫ് ദെയർ പ്രോഗ്രാം ഡ്യൂറേഷൻ അവരെല്ലാവരും വർക്ക് പെർമിറ്റിന് എലിജിബിൾ ആയിരുന്നു. ഇനി അങ്ങോട്ട് 16 months എങ്കിലും ഡ്യൂറേഷനുള്ള മാസ്റ്റേഴ്സ് പ്രോഗ്രാം ആണെങ്കിലാണ് സ്പൗസസിന് വർക്ക് പെർമിറ്റ് എലിജിബിലിറ്റി ഉണ്ടായിരിക്കുള്ളൂ. പിന്നെ ഉള്ളത് ഫോറിൻ വർക്കേഴ്സിന്റെ സ്പൗസസിന്റെ എലിജിബിലിറ്റിയാണ്. അത് മാനേജ്മെന്റ് അല്ലെങ്കിൽ പ്രൊഫഷണൽ ഓക്യുപ്പേഷനിലുള്ളവരുടെ സ്പൗസസിനും അതുപോലെ തന്നെ ലേബർ ഷോർട്ടേജ് നേരിടുന്ന സെക്ടറുകളിലുള്ള വർക്കേഴ്സിന്റെ സ്പൗസസിനും എലിജിബിലിറ്റി ഉണ്ടായിരിക്കുന്നതാണ് പറഞ്ഞേക്കുന്നത്. അതിലും വേറൊരു പോയിന്റ് ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചേഞ്ചസിന്റെ എഫക്റ്റീവ് ഡേറ്റ് അനൗൺസ് ചെയ്തിട്ടില്ല. അപ്പോൾ LMA റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ചേഞ്ചസ് ഈ അടുത്തെങ്ങാനും വന്നിട്ടുണ്ടോ? അതുകൊണ്ട് ഈ സെപ്റ്റംബർ 26 തുടങ്ങി LMA ആപ്ലിക്കേഷന്റെ എലിജിബിലിറ്റി ചേഞ്ച് ആയിട്ടുണ്ട്. ഇപ്പം സെപ്റ്റംബർ 26 തുടങ്ങി LMA അപ്ലൈ ചെയ്യാനായിട്ട് സെൻസസ് മെട്രോപൊളിറ്റൻ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ, അതായത് ഓൾമോസ്റ്റ് ഒട്ടുമിക്ക സിറ്റീസിൽ നിന്നുള്ള ലോ വേജ് സ്ട്രീമിലുള്ള LMA ആപ്ലിക്കേഷൻസിൽ ലിമിറ്റേഷൻസ് വന്നിട്ടുണ്ട്. LMA 2 സ്ട്രീം, ലോ വേജ് സ്ട്രീം, ഹൈ വേജ് സ്ട്രീം ഉണ്ട്. അതിനകത്ത് ലോ വേജ് സ്ട്രീമിൽ സെൻസസ് മെട്രോപൊളിറ്റൻ, അതായത് ഓൾമോസ്റ്റ് സിറ്റീസ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ അത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാനഡ ഏതൊക്കെയാണ് സെൻസസ് മെട്രോപൊളിറ്റൻ എന്നുള്ളത് കാനഡ ലിസ്റ്റ് ചെയ്തേക്കുന്നതാണ്. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ 6% കൂടുതൽ അൺഎംപ്ലോയ്മെന്റ് ഉള്ള സ്ഥലത്ത് ലോ വേജ് സ്ട്രീമിൽ വർക്ക് പെർമിറ്റ് അപ്ലൈ ചെയ്യാനായിട്ടുള്ള എലിജിബിലിറ്റി ഇല്ല. അതുകൂടാതെ തന്നെ വർക്ക് പെർമിറ്റ്, ലോ വേജ് സ്ട്രീമിലുള്ള വർക്ക് പെർമിറ്റിന്റെ ഡ്യൂറേഷൻ 2 വർഷത്തിൽ നിന്ന് 1 വർഷമായിട്ട് കുറച്ചിട്ടുമുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസിൽ ഒന്നാണ്, കോഴ്സ് കഴിഞ്ഞിട്ട് ഒരു പ്രൊവിൻസിൽ നിന്ന് മറ്റൊരു പ്രൊവിൻസിലേക്ക് മൂവ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത്. അങ്ങനെ മൂവ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നവര് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ്? മെയിനായിട്ട് അത് ഓരോരുത്തരുടെയും സിറ്റുവേഷൻ അനുസരിച്ച് ഡിഫറെന്റ് ആയിരിക്കും. ഇപ്പോൾ നമ്മൾ നോക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പഠിക്കുന്ന സ്റ്റുഡൻ്റ് ആയിട്ട് വന്നിട്ട് മൂവ് ചെയ്യുന്നവരെ പറ്റിയാണല്ലോ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സ്റ്റുഡൻ്റ് ആയിട്ട് വന്നേക്കുമ്പോൾ നമ്മൾ ഓൾറെഡി നമ്മളുടെ പ്രീവിയസ്ലി ഉള്ള എഡ്യൂക്കേഷൻ, ഇവിടെ പഠിച്ച എഡ്യൂക്കേഷൻ, പിന്നെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത്, ഏത് സെക്ടറിലാണ് പഠിച്ചേക്കുന്നത്, ലാംഗ്വേജ് എത്രയുണ്ട്, അതൊക്കെ ഫാക്ടേഴ്സാണ്. പിന്നെ ഇവർക്ക് നല്ല റിസർച്ച് ചെയ്യണം, എങ്ങോട്ട് ഇത് മൂവ് ചെയ്യണോ വേണ്ടയോ എന്നുള്ള ഒരു ഡിസിഷൻ എടുക്കുന്നതിന് മുന്നേ. ചിലപ്പോൾ നിങ്ങൾ പഠിക്കുന്ന പ്രൊവിൻസിൽ തന്നെയായിരിക്കും നിങ്ങൾക്കുള്ള ഓപ്ഷൻസ്. ചിലപ്പോൾ നിങ്ങൾക്ക് മൂവ് ചെയ്യേണ്ടതായിട്ട് വരാം. അപ്പോൾ റിസർച്ച് നേരത്തെ തുടങ്ങണം. കനേഡിയൻ ഇമിഗ്രേഷനിൽ നമുക്ക് പല പ്രോഗ്രാംസ് ഉണ്ട്. അതിനകത്ത് ഒരെണ്ണമാണ് എക്സ്പ്രസ് എൻട്രി, അതുപോലെ തന്നെ പ്രൊവിൻഷ്യൽ നോമിനി പ്രോഗ്രാം, അല്ലെങ്കിൽ റൂറൽ ആൻഡ് നോർത്തേൺ ഇമിഗ്രേഷൻ പ്രോഗ്രാം, അറ്റ്ലാന്റിക് ഇമിഗ്രേഷൻ പ്രോഗ്രാം, അങ്ങനെ വ്യത്യസ്തമായ പ്രോഗ്രാമുകളുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതിനകത്ത് ചിലപ്പം പല പ്രോഗ്രാമുകളിൽ എലിജിബിൾ ആകുമായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണത്തിലൊക്കെ ആയിരിക്കും എലിജിബിൾ ആവുന്നത്. അപ്പോൾ നിങ്ങളുടെ ഈ പറയുന്ന എഡ്യൂക്കേഷനും എക്സ്പീരിയൻസും വെച്ചിട്ട് നിങ്ങൾക്ക് ഏതിലൊക്കെ പോസിബിലിറ്റീസ് ഉണ്ടെന്നുള്ള കാര്യം നല്ല റിസർച്ച് ചെയ്യണം. കാരണം ഓരോ സ്ഥലത്തെയും സിറ്റുവേഷൻസ് ഡിഫറെൻ്റ് ആണ്. നിങ്ങളുടെ എക്സ്പീരിയൻസ് അനുസരിച്ച് ജോലി കിട്ടാനുള്ള സാധ്യതകളുണ്ടോ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന പ്രൊഫഷനിൽ പ്രൊവിൻഷ്യൽ നോമിനി പ്രോഗ്രാം ആണെന്ന് വരുന്നതെങ്കിൽ അതിന് ഇൻവിറ്റേഷൻസ് വരാറുള്ളതാണോ, ഇങ്ങനെയുള്ള സ്റ്റഡീസ് നല്ല രീതിയിൽ സ്റ്റഡി ചെയ്തിട്ട് എടുക്കേണ്ട ഒരു ഡിസിഷനാണ്. ഈ മൂവ് ചെയ്യാനുള്ള ഡിസിഷനിലേക്ക് എത്തുന്നതിന് മുന്നേ നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ റിസർച്ച് ചെയ്യണം ഈ പറയുന്ന പ്രോഗ്രാമുകളെ പറ്റി, നിങ്ങൾക്ക് ഉള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസിനെ പറ്റി, അതുപോലെ തന്നെ ഈ പറയുന്ന സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻവിറ്റേഷൻ്റെ പോസിബിലിറ്റീസിനെ പറ്റി. അപ്പോൾ രണ്ടും സ്റ്റഡി ചെയ്യണം. നിങ്ങൾക്ക് ഇവിടെ കറൻ്റ്ലി ഉള്ള സ്ഥലത്തേയും നോക്കണം, പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലങ്ങളുടെയും നോക്കണം. ഇപ്പോൾ എപ്പോഴും നമ്മൾ നോക്കുമ്പം ഏത് പ്രൊവിൻസിലേക്കാണോ നിങ്ങളുടെ ഇമിഗ്രേഷൻ്റെ ടാർഗറ്റ് ചെയ്യുന്നത്, അവിടെയുള്ള ഓപ്ഷൻസ് കഴിഞ്ഞ 1 വർഷം എങ്ങനെയാണ് വന്നിരിക്കുന്നത്,
ഈ പറയുന്ന ഡ്രോസ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വന്നേക്കണം എന്നുള്ളത് നന്നായിട്ട് സ്റ്റഡി ചെയ്യുക. അതൊക്കെ വെച്ചിട്ട് ഒരു ഡിസിഷനിലേക്ക് എത്തുക. പിന്നെ എപ്പോഴും മൾട്ടിപ്പിൾ ഓപ്ഷൻസ് കീപ്പ് ചെയ്യാനായിട്ട് നോക്കുക. ഒരൊറ്റ പ്രോഗ്രാം മാത്രം ടാർഗറ്റ് ചെയ്തിട്ട് പോകാതെ, കാരണം പ്രോഗ്രാമുകൾ എപ്പോൾ വേണേലും ചേഞ്ച് ചെയ്യാം ഗവൺമെന്റിന്. അപ്പോൾ അതുകൊണ്ട് നമ്മൾക്ക് എപ്പോഴും മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഉള്ളതാണ്. എപ്പോഴും നമ്മൾ ഓപ്ഷൻസ് കൂടുന്നതനുസരിച്ച് നമ്മളുടെ പോസിബിലിറ്റീസ് കൂടുന്നു. അതാണ് അതിനകത്തുള്ള മെയിൻ ആയിട്ടുള്ള ഒരു സംഭവം. ഓക്കെ ചേട്ടാ, അപ്പോ ഇനി ഫ്യൂച്ചറിൽ കാനഡയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ഒരു കോഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ ചിന്തിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഇപ്പം പഠിച്ചു കഴിഞ്ഞിട്ട് പോസ്റ്റ് ഗ്രാജുവേറ്റ് വർക്ക് പെർമിറ്റിലേക്കുള്ള എലിജിബിലിറ്റിയിൽ വന്നിരിക്കുന്ന ചേഞ്ചസ് നോക്കണം. അപ്പൊ ലേബർ മാർക്കറ്റ് ഡിമാൻഡ് അനുസരിച്ച് ഇവർ മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് കാനഡ. അപ്പം അത് ഏതൊക്കെ സെക്ടറിലേക്കാണ് അത് ഇമ്പാക്ട് ചെയ്യുന്നത് നോക്കിയിട്ട് വേണം നമ്മൾ പ്രോഗ്രാംസ് എടുക്കാനായിട്ട്. പിന്നെ എപ്പോഴും ഇവിടെ നല്ല ഡിമാൻഡുള്ള സെക്ടറുകൾ ഫോക്കസ് ചെയ്യുക. ഇപ്പൊ ഹെൽത്ത് കെയർ അല്ലെങ്കിൽ മാനുഫാക്ചറിങ് അല്ലെങ്കിൽ ടെക്നിക്കൽ ഫീൽഡുകൾ, അങ്ങനെയുള്ളതിന് പൊതുവേ എപ്പോഴും തന്നെ ഡിമാൻഡ് ഉള്ളതാണ്. ഹെൽത്ത് കെയർ എപ്പോഴും തന്നെ അത്യാവശ്യം നല്ല ജോലി സാധ്യതയുള്ള സെക്ടറാണ്. അപ്പോൾ ഇനി കാനഡയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് എല്ലാവരും ഇതുപോലെ വരുന്ന ചേഞ്ചസും അപ്ഡേറ്റ്സും എല്ലാം നന്നായിട്ട് റിസർച്ച് ചെയ്തതിന് ശേഷം മാത്രം ഡിസിഷൻ എടുക്കുക. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ വന്നേക്കുന്ന ക്വസ്റ്റ്യൻ, പോസ്റ്റ് ഗ്രാജുവേറ്റ് വർക്ക് പെർമിറ്റ് അപ്ലൈ ചെയ്തിട്ട് അതിന്റെ പ്രോസസിംഗ് ടൈം എടുക്കുന്നത് എന്തോരമാണ് എന്നുള്ളതാണ്. ഈ ആപ്ലിക്കേഷൻ പ്രോസസിംഗ് ടൈം എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നതാണ് ഒരു കാര്യം. അത് വീക്ക് ബൈ വീക്ക് അത് ഭയങ്കരമായിട്ട് ചേഞ്ച് ചെയ്യാറുണ്ട്. അപ്പോൾ Canada.ca കയറിയിട്ടുണ്ടെങ്കിൽ ഇമിഗ്രേഷൻ സെക്ഷനിൽ നമ്മളുടെ ചെക്ക് പ്രോസസിംഗ് ടൈംസ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട്. അപ്പോൾ അത് കയറിയിട്ടുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് അത് അക്യുറേറ്റ് ആണ്. പിന്നെ അത് കൊടുക്കുന്ന പ്രോസസിംഗ് ടൈം എന്ന് പറഞ്ഞാൽ ആവറേജ് പ്രോസസിംഗ് ടൈമാണ്. ഇപ്പോൾ അത് 100 ഡേയ്സിന് എബോവ് ആണ് കാണിക്കുന്നത്. അപ്പം അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആവറേജ് പ്രോസസിംഗ് ടൈമാണ്. ദാറ്റ് മീൻസ് ചില ആപ്ലിക്കേഷൻ അതിന് മുന്നേ വരും, ചില അതിന് കൂടുതലും പോകും. എന്നാലാണല്ലോ ആവറേജ് അവിടെ നിന്ന് നിൽക്കുന്നത്. അപ്പൊ അത് ഭയങ്കരമായിട്ട് ചേഞ്ച് ചെയ്യുന്ന ഒരു നമ്പറാണ്. അപ്പൊ നമുക്ക് കൃത്യമായിട്ട് ഇന്നത്തെ നമ്പർ ആയിരിക്കത്തില്ല അടുത്ത ആഴ്ചത്തേത്. അടുത്തതായിട്ട് ഞാനും കുറച്ച് ക്യൂരിയസ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്, ഈസ് കാനഡ സ്റ്റിൽ എ ഗുഡ് ഓപ്ഷൻ? അതിനുള്ള ആൻസർ പാർഷ്യലി നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റിന്റെ ആൻസർ ആണ് പറയുന്നത്. നമ്മൾ ഏത് സെക്ടർ ഇപ്പൊ പഠിക്കാനായിട്ട് വരുന്നവർക്ക് വേണ്ടിയാണെങ്കിൽ കേട്ടോ, ഏത് സെക്ടറിൽ പഠിക്കാൻ ഉദ്ദേശിക്കുന്നു എന്നുള്ളത് വലിയൊരു ഫാക്ടറാണ്. ഇപ്പൊ നമ്മൾ ഇവിടെ ജോലി സാധ്യതകൾ കൂടുതലുള്ള സെക്ടറുകളിൽ പഠിക്കാനായിട്ട് വരിക. അത് പറയുന്ന പോലെ ഹെൽത്ത് കെയറോ മാനുഫാക്ചറിങ്ങോ അല്ലെങ്കിൽ ടെക്നിക്കലോ അങ്ങനെയുള്ള എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ പ്രൊഫഷണൽ എഡ്യൂക്കേഷൻസിന് വരുന്നതും അതെപ്പോഴും തന്നെ കാനഡയ്ക്ക് അങ്ങനെയുള്ള ആളുകൾ സ്റ്റില് ആവശ്യമാണ്. അപ്പം അങ്ങനെയുള്ള ഓപ്ഷൻസ് നല്ലൊരു ചോയ്സാണ്. അപ്പൊ ഇനി ഫ്യൂച്ചറിൽ കാനഡയിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒരു കോഴ്സ് എടുക്കുമ്പോൾ എപ്പോഴും നന്നായിട്ട് റിസർച്ച് ചെയ്തതിന് ശേഷം മാത്രം ഡിസിഷൻ എടുക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കാനഡ സ്റ്റിൽ ഒരു ഗുഡ് ഓപ്ഷൻ തന്നെയായിരിക്കും. അപ്പോ ലാസ്റ്റ് ആയിട്ട് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടെ ചോദിച്ചിട്ട് നമുക്കിത് വൈൻഡ് അപ്പ് ചെയ്യാം. ഇപ്പോ RNIP അല്ലെങ്കിൽ PNP ത്രൂ PR കിട്ടിയ ഒരാൾക്ക് ഇപ്പോ പിന്നീട് പ്രൊവിൻസും ചേഞ്ച് ചെയ്യണം, മൂവ് ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് അവരുടെ പെർമനന്റ് റെസിഡൻസിനെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുമോ? ആസ് എ പെർമനന്റ് റെസിഡന്റ് അവർക്ക് കാനഡയിൽ എവിടെ വേണമെങ്കിലും ജീവിക്കാനും ജോലി ചെയ്യാനും പഠിക്കാനോ ബിസിനസ് ചെയ്യാനോ അതിനുള്ള റൈറ്റ് ഉണ്ട്. നമ്മൾ ബെറ്റർ ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ട് മൂവ് ചെയ്യുന്നത് ഒരിക്കലും ഈ പറയുന്ന പെർമനന്റ് റെസിഡൻസി റൈറ്റിനെ അത് ബാധിക്കുന്ന കാര്യമല്ല. അപ്പോ നമുക്ക് ബെറ്റർ ഓപ്പർച്യൂണിറ്റി ഒരെണ്ണം കിട്ടിയിട്ടാണ് നമ്മൾ മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ പെർമനന്റ് റെസിഡൻസിനെ ഒരു തരത്തിലും ബാധിക്കത്തില്ല. തീർച്ചയായിട്ടും നിലവിലത്തെ നിയമം അനുസരിച്ച് അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഈയിടെയായിട്ട് ഇത് റിലേറ്റഡ് ആയിട്ടുള്ള കുറെ ന്യൂസസ് ഒക്കെ ഓൺലൈൻ പേജുകളിലേക്കും വീഡിയോസിലൂടെ ഒക്കെ ആയിട്ട് ഞാൻ ഒത്തിരി കാണുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചത്. എനിക്കും ഇതുപോലെ പാനിക്കായിട്ടുള്ള പലരും പല കോളുകളും വരാറുണ്ട്. നമുക്ക് ഇമിഗ്രേഷൻ സംബന്ധമായിട്ടുള്ള വീഡിയോസും കാര്യങ്ങളും ഒക്കെ കാണുമ്പം അതിനകത്ത് ഇൻഫർമേഷൻ എപ്പോഴും ഡബിൾ ചെക്ക് ചെയ്യണം. അപ്പോൾ അത് Canada.ca കയറിയിട്ട് ഇമിഗ്രേഷൻ്റെ സെക്ഷനിൽ കയറിയിട്ടുണ്ടെങ്കിൽ അവരുടെ അത്യാവശ്യം നല്ല ഡീറ്റെയിൽ ആയിട്ട് ഇൻഫർമേഷൻസ് അതിനകത്ത് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ IRCCയുടെ ന്യൂസ് ഫീഡ്സ് ഫോളോ ചെയ്യുക. അതാകുമ്പോൾ ഇച്ചിരി ആക്യുറേറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കിട്ടും. അപ്പം എപ്പോഴും ഇൻഫർമേഷൻ ഡബിൾ ചെക്ക് ചെയ്യുക നിങ്ങൾ ഈ പറയുന്ന വീഡിയോസിലും മറ്റും കാണുന്നത്. അപ്പൊ താങ്ക് യു സോ മച്ച് ജോബ് ചേട്ടാ, ഇത്രയും നേരം നമ്മളോട് ടൈം സ്പെൻഡ് ചെയ്തതിനും പിന്നെ ഈ ക്വസ്റ്റ്യൻസിനും ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്ത് തന്നതിനും താങ്ക് യു സോ മച്ച്. താങ്ക് യു എലിസബത്ത് ഈ ഒരു ഇനിഷ്യേറ്റീവ് എടുത്തതിന്. ഇത് വളരെ കോമൺ ആയിട്ട് വരുന്ന പല ക്വസ്റ്റ്യൻസ് ആണ് ഇതിനകത്ത് ഇപ്പം ചോദിച്ചത്. കാരണം ഈ ക്വസ്റ്റ്യൻസ് എനിക്കും പലപ്പോഴും കോളുകളായിട്ടും മറ്റും വരാറുള്ളതാണ്. അപ്പം ഈ വീഡിയോ കുറച്ച് ആളുകൾക്ക് അവരുടെ സംശയങ്ങളിൽ ദൂരീകരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഫർദർ ക്വസ്റ്റ്യൻസ് ആൻഡ് ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡൻ ഫ്ലവർ ഇമിഗ്രേഷൻസിൽ ജോമിച്ചേട്ടനെ കോൺടാക്ട് ചെയ്യാം. ഞാൻ സ്ക്രീനിൽ താഴെ ഇമെയിൽ ID ആൻഡ് ഫോൺ നമ്പർ പ്രൊവൈഡ് ചെയ്യാം ആൻഡ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഉണ്ടാകും.
സോ എന്തെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. വേറൊരു വീഡിയോയിൽ കാണാം. ബൈ.